രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കും പ്ലാറ്റ്ഫോമുകൾക്കും വിലക്കേർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഈ നടപടി എങ്ങനെയാണ് പോകുക? എന്തെല്ലാം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ ഒരു വിലക്ക് വരുന്നത്? പ്രധാനമായിട്ടും സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ഈ പ്ലാറ്റ്ഫോമുകളും എല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിരീക്ഷിച്ചു വരികയാണ്. ഈ നിരീക്ഷിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചില കണ്ടെത്തിയ ഇൻഫ്ലുവൻസേഴ്സിനെതിരെയും അതുപോലെ തന്നെ ചില പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെയും നടപടിയെടുക്കാൻ വേണ്ടി പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത്തരത്തിൽ രാജ്യത്തിനെതിരെയും രാജ്യവിരുദ്ധ രീതിയായിട്ടും അതുപോലെ സൈന്യത്തിനെയൊക്കെ അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ, വാർത്തകൾ, മെസ്സേജുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അതുപോലെ പ്ലാറ്റ്ഫോമുകൾ ഇവർക്കെതിരെയെല്ലാം തന്നെ നടപടിയെടുക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ബാൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത്. അതായത് ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ, അത്തരത്തിൽ ഈ സൈന്യത്തെ അപകീർത്തിപ്പെടുന്നവർ, സൈന്യത്തിന്റെ നീക്കങ്ങൾ തുറന്നു കാട്ടുന്നവർ, അല്ലെങ്കിൽ അത് വളരെ രഹസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങൾ പോലും കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ വാർത്തകൾ നൽകുന്ന അക്കൗണ്ടുകളെയും പ്ലാറ്റ്ഫോമുകളെയും വിലക്കുക, ബാൻ ചെയ്യുക എന്നുള്ള ഒരു നടപടിയിലേക്കാണ് എന്തായാലും ഇലക്ട്രോണിക് മന്ത്രാലയവും അതുപോലെ തന്നെ IND മന്ത്രാലയവും കടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള നിർദ്ദേശം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ചില അക്കൗണ്ടുകളെയും പ്ലാറ്റ്ഫോമുകളെയും നിരീക്ഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ ചിലത് കണ്ടെത്തിയിട്ടുണ്ട്. ആ അക്കൗണ്ടുകൾക്കെതിരെയായിരിക്കും നിലവിൽ നടപടി ഉണ്ടാവുക.